ഒരു IT ഡെവലപ്പർക്ക് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമറിന് ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ട വേറെ ഒരു സ്കില്ലാണ് ലീഡർഷിപ്പ് സ്കിൽ. ഒബ്വിയസ്ലി നമുക്ക് നല്ല പ്രോഗ്രാമിംഗ് സ്കില്ല് വേണം, നമുക്ക് നല്ല പ്രോബ്ലം സോൾവിങ് സ്കില്ല് വേണം. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കരിയറിനെ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു സ്കില്ലാണ് ലീഡർഷിപ്പ് സ്കിൽ എന്ന് പറയുന്നത്. സോ ലീഡർഷിപ്പ് സ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ടാസ്ക് ചെയ്യുകയും കൂട്ടത്തിലുള്ളവരെ, നമ്മുടെ കൂടെയുള്ളവരെ അല്ലെങ്കിൽ നമ്മുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ളവരെ അവരെ കൂടി ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു സ്കില്ലിനെയാണ് ലീഡർഷിപ്പ് സ്കിൽ എന്ന് പറയുക. ഒബ്വിയസ്ലി നിങ്ങൾ ഒരു IT കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 1 year 2 year ഒക്കെ ചിലപ്പോൾ ഒരു ജൂനിയർ ഡെവലപ്പർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ടൊക്കെ വർക്ക് ചെയ്യും. സോ നിങ്ങളുടെ അടുത്ത ലെവൽ നിങ്ങൾക്കൊരു നിങ്ങളുടെ ഒരു അപ്ഡേഷൻ കിട്ടുകയാണ് കമ്പനിയിൽ നിന്ന്. സോ നിങ്ങൾ അടുത്ത ലെവലിലേക്ക് എങ്ങോട്ടേക്ക് പോകും? അത് മിക്കവാറും നിങ്ങൾ പോവുക ഒരു ടീം ലീഡായിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ടീം ലീഡായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ ആ ടീമിനെ മൊത്തം ഹാൻഡിൽ ചെയ്യാനും നിങ്ങൾക്ക് കിട്ടിയ ടാസ്കിൻ്റെ കൂടെ ആ ടീമിൻ്റെ ടാസ്ക് കൂടി കംപ്ലീറ്റ് ചെയ്യിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ ചിലപ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ചില എംപ്ലോയീസ് വർഷങ്ങളായിട്ട് ഒരേ പൊസിഷനിൽ ഒരേ സാലറി തന്നെ വർക്ക് ചെയ്യുന്നത്. കാരണം അവർ നല്ല പ്രോഗ്രാമേഴ്സ് ആയിരിക്കും, പക്ഷേ അവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പൊസിഷൻ കിട്ടില്ല. കാരണം നെക്സ്റ്റ് ലെവൽ പൊസിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെയും കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ, അവരെ ലീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. സോ ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ ലീഡർഷിപ്പ് സ്കിൽ എന്ന് പറയുന്നത് ജന്മന ഉണ്ടാവുന്നൊന്നുമല്ല, അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. നമ്മുടെ കരിയറിന് ഏറ്റവും കൂടുതൽ വേണ്ടതും ആ സ്കില്ല് തന്നെയാണ്.